ഹലോ ഗായ്സ്, ഋതുവർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അച്ഛൻ്റെ പേര് ഡബിൾ ഷീറ്റ് എടുക്കാൻ പോലെയാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, പൊടി കുഞ്ഞാറ്റി യൂട്യൂബ് ചാനൽ. ഈ ചാനൽ ഇനി മുതൽ ഉണ്ടാവില്ല. ഇനി പുതിയ ഋതുവർണ്ണ യൂട്യൂബ് ചാനൽ മാത്രമേ ഉണ്ടാവും. അപ്പം നേരെ നമുക്ക് അച്ഛൻ്റെ ഡബിൾ ഷീറ്റ് എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ അച്ഛൻ്റെ പേരും ചായ കുടിക്കലാണ്. ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്, ചായ ഉണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ഗായ്സ്, അച്ചാച്ചൻ റബ്ബർ പാൽ ഒഴിക്കലാണ് കേട്ടോ. ഇത് ഒഴിച്ചിട്ട് ആസിഡ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കും. കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടാക്കും. അങ്ങനെ ഓരോന്നിലും ഇങ്ങനെ ആക്കി വെക്കും. അപ്പം അച്ചാച്ചൻ ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഡബ്ബർ ശരിക്കും അടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പൊട്ടി പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത്. അപ്പം അത് വേണ്ട. അപ്പം അതെല്ലാം ഒരു സൈഡിൽ മാറ്റി വെക്കണം. നല്ലോണം ഇളക്കിയിട്ട് കാണാം. അപ്പൊ ഗായ്സ്, ഓരോന്ന് അച്ഛൻ ഒഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, അച്ഛൻ ഡബ്ബറെല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുള്ളത്. ഇത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ, ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇനി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് ഇത് ഇളക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിക്കാൻ കൊണ്ടുപോകാം. ഫസ്റ്റ് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. ഓരോന്നിങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇളക്കി വെക്കാം. അപ്പോൾ ഇത് അച്ഛൻ എടുക്കുന്നത്. ഇതായിട്ടും പൊട്ടിപ്പോകുന്നതായിട്ടാണ് ഞാൻ എടുക്കാത്തത്. അങ്ങനെ ഓരോന്നും നമുക്ക് ഇളക്കി മാറ്റിയിട്ട് കാണാം കേട്ടോ. ചാച്ചന് ഈ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് നേരെ ഓരോ ഡബിൾ ഷീറ്റായിട്ട്. ഇനി നമുക്ക് നേരെ നടക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ ഡബിൾ ഷീറ്റ് അടിക്കാൻ പോകാം കേട്ടോ. വാ. അപ്പോൾ ഗായ്സ്, തന്നെ നമുക്ക് കണ്ടത്തിൻ്റെ അതിലൂടെ പോകാനുണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കണ്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടത്തിൽ താഴെ നമുക്ക് നടക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ നടക്കാം കേട്ടോ. ഇനിയും കുറേ നടക്കാൻ കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇനിയും കുറേ നടക്കണ്ട. ആരും പുറത്തിറങ്ങണ്ട. അച്ചാച്ചൻ ഡബിൾ ഷീറ്റ് അടിച്ചിട്ട് ഇതാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറേ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തണലത്ത് നിൽക്കും കേട്ടോ കുറച്ച് നേരം. അപ്പം നമുക്ക് കുറച്ച് വ്യൂവ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഗായ്സ് കുറച്ച് നേരം തണലത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പർ പൂ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നടക്കലാട്ടോ. നല്ല ചൂടാണ് കേട്ടോ. ഈ ചൂടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഭയങ്കര ചൂടാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങിയൊക്കെ അമ്മ ചൂട് മരണം ചൂടാട്ടോ. എനിക്കിനിപ്പോൾ ഫാൻ്റെ ചോട്ട് ഇരുന്നിട്ട് ജ്യൂസ് കുടിക്കാനോ തോന്നുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അതേപോലെ തന്നെ ഞാൻ പണിയെടുക്കും. പോയി ജ്യൂസ് അടിക്കും, ഫാൻ്റെ ചോട്ടിലിരിക്കും, TV ആണ് തിന്നും. അപ്പോൾ ഗായ്സ്, നമ്മൾ എത്താനായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ദൂരം പോയാൽ നമ്മൾ എത്താനായിട്ടുണ്ടാവും അടിക്കേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് നേരെ അടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ സ്ഥലം. നമുക്ക് അവിടെ പോയിട്ട് ഇനി അടിക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, അച്ഛൻ ഡിഷിലേക്ക് ഓരോ ഡബിൾ ഷീറ്റ് ഇടില്ല കേട്ടോ. നേരേക്ക് പോട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ അടിക്കേണ്ട സ്ഥലം കേട്ടോ. അച്ഛൻ ഓരോന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കറക്കാൻ. പക്ഷെ നല്ല ബലം പോകണം കേട്ടോ. ഇനിയെല്ലാം പിടിച്ചിട്ടൊക്കെ
അച്ചാച്ചന് ഇവിടുന്ന് ഈ മെഷീനിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് അച്ചാച്ചൻ എന്താ പറയാ ഇങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് ഡബ്ബർ. നല്ലോണം അടിക്കുന്നതാണ് ഡബ്ബർ. വലിച്ചിട്ട് അടിക്കണം ഗൈസ്. വലിച്ചടിച്ചാൽ ഇത് ശരിയാവും. 3 പ്രാവശ്യം ഇത് ഇങ്ങനെ തിരിച്ചിട്ടാക്കണം കേട്ടോ. ഇത് ഒന്നാമത്തെ പ്രാവശ്യം, ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. ഗൈസ് അച്ഛൻ നല്ലോണം മുറുക്കടിക്കുന്നുണ്ട് ടൈറ്റില്. അപ്പൊ ഗൈസ് ഇങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഷീറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുകയിലിട്ടിട്ട് ആദ്യം നമ്മൾ വെയിലത്ത് ഉണങ്ങാനിടും, എന്നിട്ട് നമ്മൾ പുകയിലിടും. പുകയിലിട്ടിട്ട് ഒരു കാപ്പി കളറാകുമ്പോൾ നമ്മൾ വിൽക്കാൻ കൊണ്ടുപോകും കേട്ടോ. നല്ല കാപ്പി എന്ന് വെച്ചാൽ ഡാർക്ക് കാപ്പി ആകുമ്പോൾ നമ്മൾ വിൽക്കാൻ കൊണ്ടുപോകും. കുറേ ഷീറ്റ് ആകുമ്പോൾ വിൽക്കാൻ കൊണ്ടുപോകും. ഗായ്സ് ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡബർ ഷീറ്റ് ആക്കുന്നത്. അപ്പോൾ ഡബ്ബർ നല്ലോണം ബലം വെച്ചിട്ടാണ് ഇത് ആക്കേണ്ടതും. രാവിലെ എണീച്ച് പോയാൽ ഇത് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ ഉറപ്പിച്ച് പോവുക. അതുകൊണ്ട് രാവിലെ പോയിട്ട് എടുക്കണം ഗായ്സ്. ഇതിന് കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഗായ്സ് അന്നെല്ലാം ഷീറ്റിൻ്റെ വില വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് പൈസ കൂടിയിട്ടുണ്ട്, എന്നാലും കുറച്ച് പൈസ ഇല്ല കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികളൊന്നും ഡബ്ബറൊന്നും എടുത്ത് കടിക്കരുത്. എന്താ കണ്ണീരാറ്റും തെറിച്ച് ഒന്നും ആവാൻ പറ്റില്ല ഡബ്ബർ. പിന്നെ അതായിട്ടും ആസിഡ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ആ ആസിഡ് നമ്മൾ കഴിക്കിങ്ങനെ കൊച്ചു കുട്ടികൾ ഞാൻ ചെയ്യുന്ന വിചാരിച്ചിട്ട് ആരും ചെയ്യരുത് കേട്ടോ. അത് അച്ഛൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ആസിഡ് കഴിക്കായി കഴിഞ്ഞാൽ പിന്നെ പൊള്ളും കേട്ടോ. ആരും കൊച്ചു കുട്ടികളെ ഇതൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് പരത്തുന്ന സാധനമാണ്. ഇത് പരത്തുന്ന മെഷീന്. ഇത് പ്രിന്റഡ് മെഷീനാണ് കേട്ടോ. ഇതിങ്ങനെ പ്രിന്റഡ് വരും കേട്ടോ. ഈ ഡബ്ബറിൽ പ്രിന്റഡ് വരും കേട്ടോ. പിന്നെ അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് 1 മണി 2 മണി 3 മണി 4 മണി 12 മണി ആരും പുറത്തിറങ്ങരുത് കേട്ടോ. ഈ സൂര്യകാന്തി നമ്മളെ ശരീരത്തിൽ തട്ടിയാൽ തോല് പൊളിഞ്ഞാവും. വാർത്തയിൽ കേട്ടിട്ട് നിങ്ങൾ ഒരാൾ മരിച്ചു പോകും സൂര്യകാന്തം കയറ്റിയിട്ട്. അപ്പോൾ ആരും പുറത്തിറങ്ങരുത്. അപ്പോൾ ഗായ്സ് ഓൾമോസ്റ്റ് കഴിയാനായി കേട്ടോ. ഇനി ആകെ ഒന്നും കൂടി ഇല്ലു. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റഡ് മെഷീനിലേക്ക് നമുക്ക് അടിക്കാം കേട്ടോ. അറിയാൻ കിട്ടുന്നത് ചെറുതായിട്ടൊന്ന് പഠിക്കുന്നു. അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ ഡബ്ബർ മരം. ഇതല്ല നമ്മളെ ഡബ്ബർ അപ്പുറത്താണ്, അങ്ങാണ് ഡബ്ബർ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഡബ്ബറിൻ്റെ മരം. അപ്പോൾ ഗായ്സ് ഈ പ്രിന്റഡ് മെഷീനിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഗായ്സ് നേരത്തെ അടിച്ചതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇത് അടിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടിക്കുന്നൊരു മിഷ്യൻ്റെ. ഇത് തുരുമ്പടിച്ചില്ല, എണ്ണ ഇട്ടിട്ട് ഓയിൽ ഇട്ടിട്ട് ആക്കിയതാണ് കേട്ടോ. ഇതിങ്ങനെ അടിക്കുമ്പോൾ നല്ല വില വേണ്ടി വരും കേട്ടോ. ഇതിലിങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഡിഷിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് ഓരോന്ന് ഡിഷിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഓരോന്ന് ഇങ്ങനെ ഡിഷിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഇനി ഒന്നും കൂടി ഉള്ളു അടിക്കാൻ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോകട്ടോ. അപ്പോൾ ഗായ്സ് നല്ല ചൂടാണ്, എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ. കുട്ടികളായാലും 10 ലിറ്റർ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഗായ്സ് അച്ചാച്ചൻ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അഴിച്ചു വരലാണ് കേട്ടോ. അച്ചാച്ചൻ നേരെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലാണ്. ഗായ്സ് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതായിട്ടോ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാറ്റ് വരാണ്ട്, ചൂട് കാറ്റ് വന്നിട്ട്
ഗായ്സ് നല്ല ചൂട് കാറ്റാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് പോകുന്ന വഴിക്ക് നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം കേട്ടോ. വാ, ഇത്രയും ഡബ്ബറിൻ്റെ മരം കേട്ടോ. ഡബ്ബറിൻ്റെ മരം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഡബ്ബറിൻ്റെ മരമുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ ഇപ്പുറത്താണ്, തൊട്ടിപ്പുറത്താണ് ഡബ്ബറിൻ്റെ കുറേ മരമുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് പോകുന്ന വഴിക്ക് കണ്ടുവന്നൊരു അമ്മേനെ ഒരു കുഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞു നായിനെ കാണാൻ. ഇപ്പോൾ ഗായ്സ് ചക്കേൻ്റെയും മാങ്ങേൻ്റെയും സീസണാട്ടോ. ഇപ്പോൾ ഒരുപാട് ചക്കയും മാങ്ങയും എല്ലാം സീസണായിട്ടുള്ളത് ഇവിടെ. വിഷുവെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കണിക്കൊന്നുണ്ട്. വിഷു സമയത്ത് ഒരിക്കലും കണിക്കൊന്ന് 2-3 ഉണ്ടാവും. വിഷുവിൻ്റെ സമയത്ത് ഒരു ചക്ക മാതിരി അവിടെ കൂട് പൂത്തി വെക്കും. എന്താ ഗായ്സ്, എന്ത് എഴുതി. ഇപ്പോൾ ഗായ്സ് ഇതാണ് കണ്ട, ഇവിടെയും കണ്ടുകൊണ്ട് അച്ചാച്ചൻ അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീട്ടിൽ പോകട്ടെ. അപ്പോൾ ഗായ്സ് അച്ഛൻ വെയിലത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ഡബ്ബർ. ഗായ്സ് ഡബ്ബർ ഷീറ്റിൽ അടിച്ചു വരുമ്പോഴത്തേക്ക് ബത്തക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയില്ല. മറ്റൊരു വീഡിയോ കാണാം. എല്ലാവരും ഷെയറും കമൻറ്റും ലൈക്കും താഴെ കാണുന്ന ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കുത്തുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയുള്ളൂ. ബൈ.